വസു ചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? കഴിച്ചു നിങ്ങൾ? ചന്തു, നിന്റെ ജ്യോതി ഉണ്ടെങ്കിൽ പോകും കേട്ടോ. വരുന്ന മാസം തന്നെ വിവാഹം വേണമെന്ന് അവന്റെ വീട്ടുകാർക്ക്. ജിത്തു അഗിയെ കാണിച്ചുകൊണ്ട് ചന്ദനയോട് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് വസു കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് മുഖമുയർത്തിയതും മുന്നിലേക്ക് നോക്കിയതും. ചന്ദനയെ കണ്ടതും അവന്റെ മിഴികൾ ഒരു നിമിഷം അവളിൽ തങ്ങി. തിണർത്തി കിടക്കുന്ന കവിൾത്തടം അവനിൽ കുറ്റബോധവും അതേസമയം വേദനയും നിറച്ചു. അത് പക്ഷെ എന്തിനെന്ന് അവന് മനസ്സിലായില്ല. ജിത്തുവിനോട് എന്തോ പറഞ്ഞ് പുഞ്ചിരിക്കുമ്പോഴാണ് ചന്ദന വസുവിനെ ശ്രദ്ധിക്കുന്നത്. നേരത്തെ തന്റെ മുന്നിൽ ജ്വലിച്ചു നിന്ന ആൾരൂപം അവളുടെ കൈ അറിയാതെ കവിളിലേക്ക് നീണ്ടു. അതുകൊണ്ട് വസു ഒന്ന് ചിരിച്ചു. അവൾ അവന്റെ മുമ്പിൽ നിൽക്കാൻ നന്നേ പ്രയാസം തോന്നി. അവളുടെ അവസ്ഥ വസുവിന് മനസ്സിലായി. പക്ഷെ അവളിൽ ഭയമാണോ ദേഷ്യമാണോ അതോ ഇനി ശമ്മലാണോ എന്ന് അവന് മനസ്സിലായില്ല. ചിഞ്ചു പദവിയിൽ ഉത്സാഹത്തോടെ ജിത്തുവിനോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലെ ഉദ്ദേശം ശ്രുതിക്ക് മാത്രം പിടികിട്ടി. പക്ഷേ ചിഞ്ചുവിന്റെ നിർഭാഗ്യവശാൽ ജിത്തു സണ്ണിയെയോ വസുവിനെയോ ശരണിയെയോ പ്രത്യേകം എടുത്തു പരിചയപ്പെടുത്തിയില്ല. പകരം ഇവരെന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് മൂന്നുപേരെയും കാണിച്ചു കൊടുക്കുക മാത്രം ചെയ്തു. പിന്നെ അഖിലിനെ കുറിച്ച് കൂടുതൽ പറയാൻ തുടങ്ങി. ഭാവികളിനോട് ഇങ്ങനെ ഇത്രയ്ക്ക് സ്നേഹം. വായ തുറന്ന് അഖി എന്നല്ല വേറൊന്നും വരുന്നില്ല. ബാക്കി മൂന്നെണ്ണം നിൽപ്പുണ്ടല്ലോ, അവരെ കുറിച്ചൊന്നും ഒഴിഞ്ഞൂടെ ജിത്തുവിന്? മൂന്നിനെ കുറിച്ച് വേണ്ട, എനിക്ക് വേണ്ട ഒരുത്തിനെ കുറിച്ചെങ്കിലും. ചിഞ്ചു നിരാശയോടെ മുഖം ചൊളിച്ച് പിറുപിറുത്തു. അത് കേട്ട് ശ്രുതി അടക്കി ചിരിച്ചു. ചിഞ്ചു വല്ലതും പറഞ്ഞോ? ജിത്തു ചോദിച്ചു. അല്ല, കല്യാണം ഉടനെയുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കണല്ലോ എന്ന് പറയായിരുന്നു. എന്തായാലും ജ്യോതിയുടെ ഭാഗ്യമാണ് അഖിയേട്ടൻ. വെറും ഭാഗ്യമല്ല, മഹാഭാഗ്യം. എന്തായാലും ഇത്രയും സമയം അഖിയെ പുകഴ്ത്തി ക്ഷീണിച്ചല്ലേ, ഒന്നുകൂടി സന്തോഷിച്ചോട്ടെ എന്ന് കരുതി ചിഞ്ചു അങ്ങേയറ്റം സുഖിപ്പിക്കലോടെ പറഞ്ഞു. അല്ല, ചന്തുവിന്റെ മുത്തത് എന്തു പറ്റിയതാ? ആകെ വീർത്തെടുക്കുന്നല്ലോ. ജിത്തുവിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അഖിലൊഴികെ ബാക്കി എല്ലാവരും ഞെട്ടി. നോക്കണ്ടെന്ന് കരുതിയെങ്കിലും ചന്തുവിന്റെ കണ്ണുകൾ അറിയാതെ വസുവിലേക്ക് നീങ്ങി. അവൾ എന്തു പറയുമെന്നറിയാൻ അവളിൽ തന്നെ മിഴികൾ നട്ടു നിന്നു. അതൊരു മരപ്പെട്ടി അടിച്ചാ ജിത്തുവേട്ടാ. ചന്തു നിന്ന് വിയർക്കുകയാണ് ചെയ്തെങ്കിൽ ചിഞ്ചു കിട്ടിയ അവസരം നല്ലപോലെ ഉപയോഗിച്ചു. ഒപ്പം തന്നെ വസുവിനെ ഒന്ന് കൊല്ലുന്ന പോലെ നോക്കാനും മറന്നില്ല. പെട്ടെന്നാണ് വസുവിന്റെ നോട്ടം ചന്തുവിൽ നിന്ന് ചിഞ്ചുവിലേക്ക് എത്തിയത്. അവളെ നോക്കി പല്ലിയരിച്ചു. മരപ്പട്ടിയോ? നീ ഇതെന്താ ചിഞ്ചു പറയുന്നത്? നിന്റെ കാര്യമായിരുന്നെങ്കിൽ മരപ്പട്ടിയല്ല, കാണ്ടാമൃഗം അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കായിരുന്നു. ഇത് ചന്ദനയാള്. ഇവളേതായാലും നിന്നെ പോലെ ആരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കുന്ന പണിയൊന്നും ചെയ്യില്ല. ജിത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിഞ്ചു, നിങ്ങൾ സംസാരിക്കും, ഞാൻ ജ്യോതിയുടെ അടുത്ത് കാണും. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംസാരം വരുന്നതിന് മുന്നേ ചന്തു വേഗം അവിടെ നിന്ന് പോയി. ഇപ്പൊ കഴിയുമെന്ന് പറഞ്ഞാണ് ഇത്രയും നേരം അവിടെ നിന്ന് തന്നെ. കൂടെ നോക്കുന്നില്ലെന്നാലും വാസുവിന്റെ ഇടയ്ക്കിടെയുള്ള നോട്ടം അവളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഇപ്പോൾ ജിത്തു അടിയുടെ കാര്യം എടുത്തിടുകയും ചെയ്തു. ചന്ദനവും തിരിഞ്ഞു പോലും നോക്കാതെ നടത്തത്തിന്റെ വേഗത കൂട്ടി. വസു ഒരു ചെറുചിരിയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. അപ്പോഴേക്കും ഞങ്ങൾ പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ചിഞ്ചുവും ശ്രുതിയും കൂടെ പോയിരുന്നു. ശരണാണെങ്കിൽ ഇപ്പോഴും ചിഞ്ചുവിനെ അടുത്ത് കണ്ടതിന്റെയും അവളുടെ ചെറവറാന്നുള്ള സംസാരം കേട്ട് നിന്നതിന്റെയും ഹാങ് ഓവറിലായിരുന്നു. അത്രയും അവന്റെ മനസ്സിൽ ചിഞ്ചു സ്ഥാനം പിടിച്ചിരുന്നു. ശരണിന്റെ ആകെ ഫിലമെന്റ് പോയതിലുള്ള നിൽപ്പ് കണ്ട് സണ്ണി ചിരിച്ചുകൊണ്ട് അവന്റെ തലക്കിട്ട് ഒരു കിഴി കൊടുത്തു. വാടാന്നും പറഞ്ഞ് വസുവിനെയും കൂട്ടി ജിത്തുവിന്റെ അകിയുടെയും പുറകെ നടന്നു. നീയല്ലേ പറഞ്ഞ് ആ രണ്ടുപേരെയും കാണാൻ സെയിം ആണെന്ന്? എന്നിട്ട് എനിക്കതിന് തോന്നിയില്ലല്ലോ. ദൂരത്തുനിന്ന് കാണുമ്പോഴേ സാമ്യതയുള്ളൂ. ഹൈറ്റും വെയിറ്റും മുടിയൊക്കെ ഒരുപോലെയാ, എന്നാൽ മുഖം നല്ല മാറ്റമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടെ സണ്ണി ശരണിനോട് പറഞ്ഞു. എനിക്കും തോന്നിയടത്. പിന്നെ നീ എന്തിനാടാ അവള് ചഞ്ചലയല്ല ചന്ദനയാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചത്? ചഞ്ചലയെ നീ നേരത്തെയും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവള് ചന്ദനയാണെന്ന് പറയുമ്പോൾ അവൾ പറയും നുണയാണെന്ന് നീ ഉറപ്പിച്ച പറയല്ലേ വേണ്ടിയിരുന്നത്? അതിന് ഞാൻ ചഞ്ചല അടുത്തുനിന്ന് കാണുന്ന ഇത് ആദ്യമില്ലേ. ഈ ഒരു മാസത്തോളം അവളുടെ പുറകെ ആണെന്നത് ശരിയാ, പക്ഷെ അവളുടെ മുന്നിൽ ചെന്നിടാൻ പറ്റിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാ മുന്നിലേക്കില്ലെന്നും ആ മുഖം അത്രയും അടുത്ത് കാണുന്നു. പിന്നെ ഞാൻ ചന്ദന ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. എന്തിന്? ചഞ്ചലക്ക് ഇങ്ങനെ ഒരു ഇരട്ട സാധുര്യം ഉണ്ടെന്ന് നേരത്തെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ്. ഇത്തിരി മുന്നേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ. എന്തായാലും രണ്ടുപേരും കൊള്ളാം. എന്നാലും കുറച്ചുകൂടെ സൂപ്പർ എന്റെ ചിഞ്ചുവാ, അല്ലേടാ? ചിഞ്ചുവോ? അതെപ്പോ തൊട്ട്? സണ്ണി ശരണിനെ ഒന്ന് ചൂഴ്ന്നു നോക്കി. ആ, ഇനിയിപ്പൊ അങ്ങനെയൊക്കെ വിളിക്കാലോ. ശരണിന്റെ മുഖത്ത് ചിരി. ഓഹ്, കഷ്ടം. സണ്ണി ഭക്ഷണത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തു. എടാ, എനിക്കൊരു സംശയം. ചിഞ്ചു സംസാരിക്കുന്ന കേട്ടിട്ടാണല്ലോ വസു കലി വിളിക്കൊണ്ട് വന്നത്. അപ്പൊ അവൻ ചിഞ്ചുവിനെ കണ്ടതല്ലേ? പിന്നെന്തിനാ അവൻ ചന്ദനയെ തല്ലിയത്? അവന് ചിഞ്ചു അല്ല ചന്ദനയാണെന്ന് അറിയേണ്ടതല്ലേ? ഓഹ്, നിന്റെ ഒരു ചിഞ്ചുവും ചന്തും എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നിന്റെ അപ്പുറത്തിരിക്കുന്ന വസുവാ കേൾക്കേണ്ടവൻ. പിന്നെ ഇത് മതിയാവും. ഞാൻ കേട്ടു. നിന്നെ പോലെ പെണ്ണുങ്ങൾ അടിമുടി സ്കാൻ ചെയ്ത് അവരുടെ സിമിലാരിറ്റിയും ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന പണി എനിക്കില്ല. ഒരബദ്ധം പറ്റിപ്പോയി. അവൻ നിന്റെയൊക്കെ നിർബന്ധം കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയോണ്ടാ. വസു കഴിപ്പ് നിർത്തി എഴുന്നേറ്റ് പോയി. ഇപ്പൊ തൃപ്തിയായില്ലേ നിനക്ക്? ഇതെന്ത് കഷ്ട. അവൻ എന്തു പറഞ്ഞാലും ചെയ്താലും നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? അവന് മതിയായിട്ടുണ്ടാവും, അതാ എണീറ്റ് പോയത്. എനിക്ക് ഏതായാലും വയറ് കിട്ടില്ല. ചേട്ടാ, കുറച്ച് ചാറ്, അല്ല ചോറ്. സണ്ണിയൊന്നും മിണ്ടിയില്ല. ഒരു നിമിഷം ശരണിനെ നോക്കി. ഇതെന്തൊരു ജന്മമാണെന്ന കണക്കെ നെറ്റിയിൽ കൈതാങ്ങി ഇരുന്നു പോയി.
കൈ കഴുകി തിരിഞ്ഞ് വസു എന്തോ കണ്ണിലുടക്കിയതുപോലെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. ഓപ്പോസിറ്റ് സൈഡ് ചന്ദന നിൽക്കുന്നു. അവളും ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകുകയാണ്. കഴുത്തിലൂടെ പിന്നിലേക്ക് ഇട്ടിരിക്കുന്ന ഷാളിന്റെ അറ്റമെടുത്ത് കൈയും മുഖവും തുടക്കുന്നുണ്ട്. വളരെ പതുക്കെയാണ് അവൾ ഓരോന്നും ചെയ്യുന്നത്. ചുണ്ടിലൊരു ചെറു പുഞ്ചിരിയുണ്ട്. ഷാളിന്റെ അറ്റം പുറകിലേക്ക് തന്നെ ഇട്ട് പോവാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന വസുവിൽ പതിഞ്ഞു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. രണ്ടു ഭാഗത്തേക്ക് നോക്കി. ചിഞ്ചുവും ശ്രുതി അടുത്തില്ല. രണ്ടുപേരും ഇപ്പോഴും കഴിച്ച് എണീറ്റിട്ടില്ല. അവൾ മടിച്ച് ഒന്നുകൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി. വസു അപ്പോഴും നോക്കിയാണെന്ന് കണ്ടതും ധൃതിപ്പെട്ട് തിരിഞ്ഞു കിടന്നു. എന്തോ അവൾ വട്ടം തിരിഞ്ഞു നോക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. അത് തന്നെ സംഭവിച്ചു. 3 അടി മുന്നിലേക്ക് നടന്ന് അവൾ പതിയെ തലയിരിച്ച് നോക്കി. വസുവിനെ കണ്ടില്ല. അവൾ മുഴുവനായും തിരിഞ്ഞെന്ന് ശരിക്കും നോക്കി. പെട്ടെന്ന് വസു പന്തലിന് മറവിൽ നിന്ന് മുന്നിലേക്ക് വന്നു. അവളൊന്ന് ഞെട്ടി. ഹരിതാത്ത എന്തോ ചെയ്ത പോലെ പരിഭ്രമത്തോടെ വേഗം തന്നെ തിരിഞ്ഞു കിടന്നു. പിന്നെ അറിയാതെ പോലും ഒന്നും നോക്കിയില്ല അവൾ. ചന്തു, ചന്ദന. വസുവിന്റെ ചുണ്ടുകൾ ചെറുചിരിയോടെ മൊഴിഞ്ഞു. നിശ്ചയ ചടങ്ങ് കഴിഞ്ഞ് അകിയുടെ വീട്ടുകാർ പോയിട്ടും പോവാൻ നിർബന്ധം പിടിക്കാത്ത വസുവിനെ കണ്ട് സണ്ണി ഒന്ന് അത്ഭുതപ്പെട്ടു. എങ്കിലും അവൻ വസുവിനോട് അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ചോദിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ പോവാമെന്ന് പറഞ്ഞു കളയും. ശരണിന് പിന്നെ ചിഞ്ചിയുടെ ഉള്ള കാരണം ഇന്നെന്നല്ല, ഈ ജന്മത്തിൽ അവിടുന്ന് പോകണമെന്നുണ്ടായിരുന്നില്ല. ഉള്ള സമയം കൊണ്ട് അവൻ ജിത്തുവിനെ നല്ലോണം കയ്യിലെടുത്തു. ചിഞ്ചുവിന്റെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞു. ആളൊരു അസലിൽ തലതെറിച്ച സാധനമാണെന്ന് കേട്ടപ്പോ ആദ്യമൊന്നും പേടിച്ചെങ്കിലും സാരല്ല, വളച്ചെടുത്തോളാമെന്ന മട്ടിൽ തന്നെ നിന്നു ശരൺ. അതിനുവേണ്ടി അവളുടെ വീട്ടഡ്രസ് വരെ അവൻ ജിത്തുവിന്റെ കയ്യിൽ നിന്ന് ഇരുന്ന് വായിച്ചു. ജിത്തു അടക്കം 4 പേരും മുകളിലെ ബാൽക്കണിയിൽ നിന്നായിരുന്നു സംസാരം. ഒരു കോൾ വന്നതിനെ തുടർന്ന് ജിത്തു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം നോക്കി സണ്ണി വസുവിന്റെ അരികിലേക്ക് നീങ്ങി നിന്നു. എടാ, ദേഷ്യപ്പെടരുത്, ഞാൻ കാര്യം പറയട്ടെ. ആ കുട്ടിയോട് ഒരു സോറി പറയായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിന്റെ ഭാഗത്തിൽ എത്തിയിട്ട് ജിത്തു എന്തോ പറയുമ്പോൾ പറഞ്ഞു അവളെ കുറിച്ച്. അവളൊരു പാവാണെന്ന് എനിക്കും തോന്നുന്നു. ചെയ്യാത്തൊരു കാര്യത്തിനാണ് അവൾക്ക് നിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയത്. എന്നിട്ട് അവളൊരു അക്ഷരം വേണ്ടിയോ? നീ ചെന്നൊരു സോറി പറ. നിന്റെ മനസ്സ് ഈ കാര്യത്ത് അസ്വസ്ഥമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞു, നിന്റെ മനസ്സിന് സമാധാനം കിട്ടുകയും ചെയ്യും. ആ കുട്ടിക്ക് മനസ്സിലെവിടെയും നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. എന്തിനാ നിന്നറിയാത്തൊരുത്തിൻ്റെ മനസ്സിൽ നീ ഒരു മോശപ്പെട്ടവനാണെന്ന് ചെല്. ആൾ അവിടെ ഇങ്ങനെ കാണും. വസുവിനെന്തോ ആദ്യം സണ്ണി അനുസരിക്കാൻ തോന്നിയില്ല. ഒരു പെണ്ണിനോട് പോയി മാപ്പ് പറയുക എന്നത് വസുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരഭിമാനമായിരുന്നു. പക്ഷേ ചന്ദനയുടെ രാവിലത്തെ നിറമിഴികളും നേരത്തെ തന്നെ കാണുമ്പോഴുണ്ടായ ഭയവും പരിഭ്രാന്തിയും ഓർക്കെ വസുവിന്റെ കാലുകൾ താനെ അവൾ അന്വേഷിച്ച് നടന്നു. തുറന്നിട്ട് റൂമിനുള്ളിൽ നിന്നും പൊട്ടിച്ചിരികൾ കേൾക്കാം. അവൻ പതിയെ അകത്തേക്ക് നോക്കി. ജ്യോതി ഒഴികെ ബാക്കി 3 പേരുണ്ടായിരുന്നു അകത്ത്. അവർ തന്നെ ശ്രദ്ധിക്കാനെന്നവണ്ണം അവൻ ഡോറിൽ മുട്ടി. എന്തു വേണം? ചിഞ്ചുവിന്റെ ആയിരുന്നു ചോദ്യം, അതും ഗൗരവം നിറഞ്ഞത്. എനിക്ക് ചന്ദനയോടും സംസാരിക്കണം. അവൻ യാതൊരു മടിയും കൂടാതെ ആവശ്യം പറഞ്ഞു. കേട്ടതേ ചന്തുവിന്റെ നല്ല ജീവനങ്ങ് പോയി കിട്ടി. ഇവളോടോ എന്ത് സംസാരിക്കാനാ? ബാക്കിയുള്ള കവിളൂടെ അടിച്ചുപൊട്ടിക്കാനായിരിക്കും അല്ലേ? തൽക്കാലം ഇവൾക്കിപ്പോൾ നിങ്ങളോട് യാതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ചിഞ്ചുവിന്റെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, ഇവള് പറയട്ടെ. വസുവും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഇവൾക്കായിട്ട് തീരുമാനം ഇല്ലെങ്കിലോ? എന്റെ തീരുമാനത്തിനെ ഇവളുടേതും. പറ ചന്തു, എനിക്ക് അവളോട് സംസാരിക്കണോ? ചന്തു വേണ്ടെന്ന് തലയാട്ടി. അതിന് ഇവളെന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് സംസാരിക്കാനുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അത് ഇവള് കേൾക്കണം. ചന്ദനോട് നിൽക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. താൻ ആജ്ഞാപിക്കുമ്പോഴേക്കും അനുസരിക്കലല്ല ഞങ്ങളുടെ പണി. വല്ലതും പറയാനുണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ച് മതി. അല്ലാതെ തന്റെ മുമ്പിൽ ഇവിടെ ഒറ്റക്കിട്ട് പോകുന്ന പരിപാടിയില്ല. ചിഞ്ചു വേണ്ട, ഈ ചേട്ടന് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോട്ടെ, നമുക്ക് പുറത്തേക്കാം. നീ വാ. ശ്രുതി ചിഞ്ചുവിന്റെ കയ്യിൽ പിടിച്ചു. വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേണ്ട, വന്ന പോലെ തന്നെ പോയിക്കോട്ടെ. ഞാൻ സത്യം പറഞ്ഞ ജിത്തുവിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കാണാൻ തീരെ വിശ്വാസമില്ല. നേരത്തെ മുന്നും പിന്നും നോക്കാതെ അടിച്ചു. ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യില്ലെന്ന് ആര് കണ്ടു? നിർത്തി. നേരത്തെ ഇവൾക്കിട്ട് കൊടുത്ത അറിയാതെയാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ട് തരുമെന്ന്. അത് ഇവൾ കിട്ടിയതുപോലെ ചെറുതായിരിക്കില്ല. 1 മാസത്തേക്ക് നീ നിന്റെ ഈ നാവനക്കല് പിന്നെ അത് വേണ്ടെങ്കിൽ ഇറങ്ങിടി പുറത്തോട്ട്. ഒരലർച്ചയായിരുന്നു അത്. ശ്രുതിയൊന്നും നോക്കിയില്ല. ഇവിടെ ഇപ്പോൾ വലുതായി തന്നെ വല്ലതും സംഭവിക്കാന്ന് ഉറപ്പായത് ചിഞ്ചുവിനെയും വലിച്ച് വെളിയിലേക്ക് ഇറങ്ങി. ചിഞ്ചുവളുടെ കൈ വിടിച്ച് അകത്തേക്ക് തന്നെ കയറാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും വസു വാതിൽ വലിച്ചടച്ചിരുന്നു. എല്ലാം കണ്ട് ഭയന്ന് വിറച്ച് നിൽക്കുകയായിരുന്നു ചന്തു. ചെന്നിയിലൂടെയും കഴുത്തിലൂടെയും വിയർപ്പ് തുള്ളികൾ നേരത്തെ ഒഴുകാൻ തുടങ്ങിയിരുന്നു. ശ്വാസം പോലും വിടാതെ തന്നെ ഭയത്തോടെ നോക്കിയപ്പോൾ കരയുമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന ചന്തുവിനെ കണ്ട് വസുവിന് നന്നായി ചിരി വന്നു. പക്ഷേ അതവൻ വിദഗ്ധമായി മറച്ചു വെച്ചുകൊണ്ട് അവൾ കരിയിലേക്ക് നടന്നെടുത്തു. അവളാരാ? നിന്റെ അനിയത്തിയാണോ? ചന്ദന ഭയത്തോടാണെന്ന് തലയാട്ടി. എന്നിട്ടെന്താ അവൾ അങ്ങനെ? ആ ചോദ്യം അവൾക്ക് മനസ്സിലായില്ല. സംശയത്തോടെ വസുവിനെ നോക്കി. എന്താ അവൾക്ക് ഇത്ര അഹങ്കാരമൊന്ന്? നിന്റെ അനിയത്തിയായിട്ട് നിന്നെ പോലെ അല്ലല്ലോ അവള്. നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാതെന്താ? ഈ തലതെറി വീട്ടിലടക്കും, പക്ഷെ വെളിയിൽ നടക്കില്ല. ആണുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും അവള്. അത് അവളുടെ അച്ഛൻ അവളെ കൂടുതൽ ആളിച്ചു വളർത്തിയുണ്ട്. അവൾക്ക് അമ്മയില്ല. അല്ലാതെ അവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഹങ്കാരിയൊന്നുമല്ല.
വാസുവിന്റെ ഗൗരവം നിറഞ്ഞ മുഖത്തിനും ചോദ്യത്തിനു മുമ്പിൽ ചന്ദനയ്ക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അപ്പൊ നിങ്ങൾ സഹോദരിമാരല്ലേ? ഐ മീൻ ട്വിൻസ്? വാസുവിന് ഞെട്ടൽ മറച്ചു വെക്കാനായില്ല. അല്ല, അവളെന്റെ ചിറ്റയുടെ മകളാ. അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. ചിഞ്ചു കുഞ്ഞായിരിക്കുമ്പോഴേ മരിച്ചുപോയി. ആളുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു. വാസു ഒന്നും മിണ്ടിയില്ല. ഒരു നിമിഷത്തേക്ക് മൗനം പാലിച്ചു. ശേഷം അവളെ തന്നെ ശ്രദ്ധിച്ചു നിന്നു. ആദ്യമുണ്ടായ ഭയവും പരിഭ്രമവും ഇല്ല അവളിൽ. അതല്പം മാറിയിട്ടുണ്ട്. എന്നാലും മുഖത്ത് അനേകം വിയർപ്പ് തുള്ളികൾ സ്ഥാനം നേടിയിരിക്കുന്നു. ഒരു ധൈര്യത്തിനെന്ന പോൽ കഴുത്തിലുള്ള ഷാളിന്റെ അറ്റം തെരുപ്പിടിച്ചിരിക്കുന്നു. എല്ലാം കണ്ട് അവൻ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി. അവൾ ഈ വാതിൽ പഠിച്ച് പൊളിക്കുമല്ലോ. പുറത്തുനിന്നും വാതിലകത്തേക്കുള്ള ശക്തമായ മുട്ടുകേട്ട് വസു പറഞ്ഞു. ചന്തു ഒന്നും മിണ്ടിയില്ല. അവനെ നോക്കി. ശേഷം നിസ്സഹായായി വാതിൽക്കിലേക്ക് നോക്കി. എനിക്ക് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് ചോദിക്കാത്തെന്താ? വാസുവിന്റെ ആ ചോദ്യത്തിനും മൗനമായിരുന്നു അവളുടെ മറുപടി. പെൺകുട്ടികളായ ഇത്രക്ക് പാവാൻ പാടില്ല. അല്പമൊക്കെ ബോൾഡാവും. എന്നാൽ നിന്റെ അനിയത്തെ പോലെ ആവരുത് കേട്ടോ. ആൾ കേട്ടു എന്നർത്ഥത്തിൽ തലകുലുക്കി. എന്തു പറഞ്ഞാൽ ഈ തലകുലുക്കിന് മാത്രമേ ഉള്ളൂ. ശരി, ഞാനൊരു സോറി പറയാനാ വന്നു. ആദ്യമായിട്ട് ഒരു പെണ്ണിന് നേരെ കൈ ഉയർത്തുന്നു, ഒരു പെണ്ണിനോട് ക്ഷമ പറയുന്നു. അത് രണ്ടും നിന്നോടാ. വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ട് പോകണമെന്നാണ് കരുതിയത്. അവളുടെ അഹങ്കാരം കണ്ടപ്പോൾ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സീനുണ്ടായത്. ഇപ്രാവശ്യം തെറ്റെൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നേരത്തെ ആളറിയാൻ നിന്നെ അടിച്ചുപോയത് എൻ്റെ തെറ്റാ. അതുകൊണ്ട് സോറി. വസുവിന് ആരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ മുന്നിലുള്ള ചന്ദനയായത് കാരണം അവന് വലിയ മടി തോന്നിയില്ല. അയ്യോ, സോറിയൊന്നും വേണ്ട. തെറ്റ് അവളുടെ ഭാഗത്താ. അവൾക്ക് എല്ലാം തമാശയാ. വെറുതെ ഒരു കളിക്ക് ചെയ്താ. അവൾ എല്ലാവരോടും അങ്ങനെയാ. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന അവൾ കരുതിയില്ല. മറ്റേ ചേട്ടനോട് പറയണം അവളോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന്. അതുപോലെ തന്നെ നിങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. അവൾ വളരെ പതിയെ പറഞ്ഞു. അവന് അത്ഭുതം തോന്നി. ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങോട്ട് ക്ഷമ ചോദിക്കുന്നു, അതും മറ്റവൾക്ക് വേണ്ടി. സ്വന്തം കൂടപ്പിറപ്പല്ലാതിരുന്നിട്ട് കൂടി അവൾ ഇവളെ എന്തുമാത്രം സ്നേഹിക്കുന്നു. അവളുടെ തെറ്റുകുറ്റങ്ങളെ ഏൽക്കുന്നു. എത്ര വിശാലമായ മനസ്സായിരിക്കണം ഇവൾക്ക് ഉള്ളിലുള്ളത്. അവനെന്തോ ശാന്തമായ അവളുടെ മുഖത്തുനിന്ന് കണ്ണുകളെടുക്കാനേ സാധിച്ചില്ല. വാതിൽ തുറക്കുമോ? ചിഞ്ചു ദേഷ്യപ്പെടും. വാതിലുള്ള ചിഞ്ചുവിന്റെ തട്ടുംവിളിയും വളരെ ഉച്ചത്തിലായതും അവൾ ചോദിച്ചു. അവൻ പെട്ടെന്ന് അവളിലുള്ള നോട്ടം പിൻവലിച്ചു. നിനക്ക് അവളെ പേടിയാണോ? അല്ല, ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. അവനൊന്ന് മൂള മാത്രം ചെയ്തു. എന്നിട്ട് വാതിൽ തുറക്കാൻ മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ തിരിഞ്ഞവളെ നോക്കി. ഇനി കാണൂ നമ്മള്? എന്താ? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അവനൊന്ന് ചിരിച്ചു. ശേഷം വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ചിഞ്ചു ഉഗ്രരൂപിണിയായി നിൽപ്പുണ്ട്. അടുത്ത് തന്നെ അവളെ തടയാനെന്നോണ ശ്രുതി. എന്തായിരുന്നു അകത്ത്? അവളൊരു പാവായതുകൊണ്ട് അവളോട് എന്ത് വേണമെങ്കിലും ആവുമെന്ന് കരുതിയോ? ചിഞ്ചു വസുവിനെ രൂക്ഷമായി നോക്കി. എന്തായിരുന്നു അവളോട് തന്നെ ചോദിച്ചു നോക്ക്. അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക്. പിന്നെ ഞാൻ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രതീക്ഷയല്ലേ. ആ പ്രതീക്ഷ ഞാൻ എന്തായാലും തെറ്റിച്ചിട്ടില്ല. അവൾക്ക് എന്നെന്ന് ഓർക്കാനായിട്ട് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് ഞാൻ. എ സ്വീറ്റ് ഗിഫ്റ്റ്. വാസു തന്റെ ചുണ്ടുകളും തടവി ചിഞ്ചുവിനെ പുച്ഛിച്ച് മുന്നോട്ട് നീങ്ങി. അവന്റെ മുഖത്തെ വിജയഭാവയുടെ ദേഷ്യം വർദ്ധിപ്പിച്ചു. ഉടനകത്തേക്ക് കയറി ചെന്നു. എന്തിവിടെ സംഭവിച്ചത്? പറയൂ, അവനെന്താ നിന്നെ ചെയ്ത്? ഇല്ല, സോറി പറയാനേ വന്ന്. വേറൊന്നും ചെയ്തിട്ടില്ല. നോണ പറയരുത്. വേറൊന്നും ചെയ്തില്ല പിന്നെ അവനെന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞു? സത്യം പറ ചന്തു, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് നീ ഒന്നും പറയാൻ നിൽക്കരുത്. നീ ഇത്രയ്ക്ക് മണ്ടിയാണോ ചിഞ്ചു? നിന്റെ മുമ്പിൽ ആളാൻ വേണ്ടിയാ ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞു. അല്ല ഇവിടുന്ന് സംഭവിക്കാനാ? വല്ലതും സംഭവിച്ചത് നീ അവിടെ കോൾ ചെയ്താകുമായിരുന്നു. എപ്പോഴേക്ക് അറിഞ്ഞതിന്റെ മേലേക്ക് വന്ന് വീണേനെ. ശ്രുതി ചിഞ്ചുവിനെ കളിയാക്കി. അന്നേരമാണ് ചിഞ്ചു ചന്തുവിനെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നത്. ഇല്ല, ആ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞിട്ടില്ല. ശ്രുതി പറഞ്ഞ സത്യമാണ്. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കരഞ്ഞു വീർത്ത് കാണുമായിരുന്നു മുഖം. ചിഞ്ചുവിന് ആശ്വാസമായി. പക്ഷെ എന്തുകൊണ്ടോ വസുവിനോടുള്ള ദേഷ്യം മാറിയില്ല അവൾക്ക്. എന്നാലും ചിത്തേട്ടിനെ എവിടെ നിന്ന് കിട്ടി അങ്ങനെ ഒരുത്തന്നെ ഫ്രണ്ടായിട്ട്? കൂടെ കൂടുമ്പോൾ നല്ലതിന് നോക്കി കൂട്ടായിരുന്നില്ലേ? എന്തൊരു അഹന്തയാണ് അവന്. താനെ വലുതാണെന്നൊരു ഭാവം എനിക്കൊട്ടും പിടിച്ചില്ല. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ചിഞ്ചു തന്നെ അനിഷ്ടം പ്രകടിപ്പിച്ചു. നീ ഇതുവരെ വിട്ടില്ലേ അത്? പിന്നെ നിന്റെ ഇഷ്ടം നോക്കിയാണോ ജീത്തേട്ടൻ കൂട്ടുകൂടുന്ന ഫ്രണ്ട്സിനുണ്ടാക്കുന്നു? നീ ഒന്നും മിണ്ടാതെ നടക്കുന്നുണ്ടോ ചിഞ്ചു? ശ്രുതി പറഞ്ഞു. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞ കുറ്റം നീ പറയുന്നതിന് മാത്രമല്ല, ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാം കുറ്റിയേ ഉള്ളൂ. അല്ലെങ്കിൽ നീ ഇപ്പൊ ആ ചേട്ടനെ കുറ്റം പറയോ? ആ ചേട്ടൻ എന്താടി ഒരു കുഴപ്പം? നല്ല മാനിയായിട്ടുള്ള പെരുമാറ്റം. ചന്തു തന്നെയല്ലേ പറഞ്ഞു. മാത്രമല്ല ഇപ്പൊ വരുമ്പോൾ കൂടെ എന്നോടും ചന്തുവിനോടും സംസാരിച്ചല്ലോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ആൾ ഡീസെന്റാ. അല്ലെങ്കിൽ നിനക്ക് ആരെയായിട്ട് ഇഷ്ടപ്പെടാത്ത? രാവിലെ തേനൊളിപ്പിച്ച് എന്നെ പുറകെ നടക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഇപ്പൊ നീ മറ്റവനെ അവരെന്താ നിനക്ക് വല്ല കൈവശവും തന്നോ? ഉവ്വല്ലോ, അതപ്പോ പൊന്നുപോൾ അറിഞ്ഞില്ലേ? നീ വല്ലാതെ അങ്ങ് പറയലേ ചിഞ്ചു. അവർ രണ്ടുപേരെയും തീരെ പിടിച്ചില്ലെങ്കിൽ എന്താ? കൂട്ടത്തിൽ ആ കൊന്തയിട്ട ചേട്ടൻ നിനക്ക് അസ്ഥിക്ക് തന്നെ പിടിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് പയ്യെ പറടി, ചന്തു കേൾക്കും. തങ്ങൾക്കല്പം മുന്നിലായി നടക്കുന്ന ചന്തുവിനെ നോക്കി ചിഞ്ചു ശ്രുതിയുടെ കയ്യിലൊന്ന് പിച്ചി. അവളുടെ എല്ലാ കാര്യവും അവൾ നിന്നോട് പറയണം. എന്നാൽ നിന്റെ ഒരു കാര്യം അവൾ അറിയാനും പാടില്ല അല്ലേ? എന്നിട്ട് എൻ്റെ എന്ത് കാര്യടി അവൾ അറിയാത്തുള്ളത്? ഇന്ന് ഈ കാലം വരെ അവൾ അറിയാത്ത എന്ത് രഹസ്യം എനിക്കുണ്ടായിട്ടുള്ളത്? എന്ത് കാര്യവും നിന്നോട് പറയുന്നതിന് മുന്നേ ഞാൻ അവളോട് പറയാറ്.
അത് നിനക്കും അറിയാവുന്നല്ലേ. പിന്നെ ഇപ്പൊ പതുക്കെ പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല, കേട്ട അപ്പ തുടങ്ങും. അങ്ങനെയൊന്നും വേണ്ട ചിഞ്ചു, അപ്പ അറിഞ്ഞാൽ നിന്നോട് ദേഷ്യാവെന്നൊക്കെ പറഞ്ഞ് പരിഭ്രമിക്കാം. പെൺകുട്ടികളായ അല്പസ്വല്പൊക്കെ വീട്ടുകാരെ പേടി വേണം, അവൾക്കത് വേണ്ടോളുണ്ട്. നിനക്ക് പിന്നെ പണ്ടേ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ ഡോക്ടർ പാപ്പ ഒറ്റ ഒരാളാ നിന്നെ ഇങ്ങനെ ആക്കിയത്. പാവം ചന്തു, നിനക്ക് അല്പെങ്കിലും നല്ല ബുദ്ധി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാ അവളുടെ അപ്പയൊക്കെ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അവൾ നിന്നോട് താമസിപ്പിക്കുന്നത്. നീ ഇവിടെ വരുമ്പോഴൊക്കെ അവളുടെ അപ്പാവുക്ക് അവളെ കുറിച്ച് ടെൻഷനാണ്. ഇതിപ്പോ നിന്നെ നന്നാക്കാൻ നോക്കി അവൾ തലതിരിഞ്ഞു പോയെന്നാണ് എല്ലാവരുടെയും പേടി. എന്നാൽ ആ പേടി നിങ്ങൾക്ക് ആർക്കും വേണ്ട. കാരണം അവൾ തിലകരാമയ്യരുടെ മകളാണ്. അങ്ങേര് വരയ്ക്കുന്ന ഒരു വരക്കപ്പുറവും അവൾ ഇന്നുവരെ പോയിട്ടില്ല, ഇനി ഒരിക്കലും പോവുകയില്ല. അതിന് ഞാൻ വിചാരിച്ചാണെന്നല്ല, എൻ്റെ അപ്പം ജോസഫ് അബ്രഹാം വിചാരിച്ചാൽ പോലും. പിന്നെ എനിക്കൊരു സംശയമുള്ളത് ചൈതുവിന്റെ കാര്യത്തിലാണ്. അവൾ ചന്തുവിനെ പോലെ ഒന്നില്ല, ഇപ്പോഴേ ബോൾഡാ. അതിനവൾക്ക് തന്തപ്പിടിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നുമുണ്ട്. രഹസ്യം പറിച്ചിന് മതിയാക്കി വേഗം നടക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ നേരം വൈകി. അപ്പൊ അവിടെ എന്തു പറയും? എനിക്ക് കയ്യും കാലും പറിച്ചിട്ട് വയ്യ. ചന്തു തിരിഞ്ഞെന്ന് രണ്ടുപേരെയും നോക്കി. അവരെന്തെങ്കിലും പറയുന്നതിന് മുന്നേ വെപ്രാളപ്പെട്ട് വേഗം മുന്നിലേക്ക് തന്നെ നടക്കാനും തുടങ്ങിയിരുന്നു. എന്താ വൈകിയത്? ഉമ്മറത്തേക്ക് കയറുമ്പോൾ തന്നെ കേട്ടു ഗൗരവമേറിയ ചോദ്യം. അതപ്പാ കുറച്ചു നേരം കൂടെ നിൽക്കാൻ ചോദ്യം നിർബന്ധിച്ചപ്പോ പറയുമ്പോൾ ചന്ദ്രൻ നന്നേ വരച്ചിരുന്നു. ചിഞ്ചു അക്ഷയെ തന്നെ ബാധിക്കുന്നതല്ലെന്ന മട്ടിൽ തിലകരാമന്റെ ചോദ്യം നിസ്സാരമായി കളഞ്ഞ അകത്തളത്തിലേക്ക് നടന്നു. ഇവളോടൊന്നു ചേർന്ന് അതേ തോന്നിവാസം കാണിക്കാൻ തുടങ്ങിയാ വെച്ചേക്കില്ല നിന്നെയാ. ഇനി മുതൽ അയൽപ്പക്കത്തേക്ക് പോലും വിടില്ല. ചടങ്ങ് കഴിഞ്ഞ ഉടനെ വന്നോളാന്ന് പറഞ്ഞിട്ടല്ലേ നീ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയത്? എന്നിട്ടിപ്പോ നേരത്തെയായി, സന്ധ്യാസമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ചു പോരുത്. കയറുവാ. ചന്തു ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അകത്തേക്ക് ഓടി. കഴിഞ്ഞു ചോദ്യം വിസ്താരൊക്കെ. എന്ത് മനുഷ്യനാടി നിന്റെ അപ്പ? അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. അഥവാ പോയാലോ അങ്ങേര് നിശ്ചയിച്ച സമയത്തേക്ക് എത്തിക്കൊള്ളണം. എനിക്ക് മടുത്തു. പപ്പ തിരിച്ചു വന്നാൽ ഞാനിവിടുന്ന് രക്ഷപ്പെട്ടേനെ. നീ ആയതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു. സമ്മതിക്കണം ചന്തു നിന്നെ. ചിഞ്ചു കഴുത്തിലെ ഷോൾ അലസമായി ബെഡിലേക്ക് ഇട്ടു. പാറിപ്പറക്കം തന്നെ മുടിവാരി പിടിച്ച് ഉച്ചയിൽ കെട്ടിയായിരുന്ന ചന്തുവിനെ റൂമിലേക്ക് കണ്ടതും പറഞ്ഞു, എന്റെ അപ്പാവ പറയണ്ട, അപ്പ പാവ എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഇതിന് സ്നേഹം എന്നല്ല പറയുക, ഡൊമിനേഷൻ എന്നാ. എല്ലാത്തിലും ഒരു തരം അടിച്ചേൽപ്പിക്കല്. എല്ലാം കണ്ടിട്ട് എനിക്ക് വീർപ്പ് മുട്ടുന്നു. ചന്തു ഒന്നും മിണ്ടിയില്ല. ചിഞ്ചു തന്റെ അച്ഛനെ പറഞ്ഞ അവൾക്ക് നല്ല വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ നിന്റെ അപ്പയെ പറഞ്ഞതിന് മൂടിയിട്ട് നിൽക്കണ്ട, വാ കഴിക്കാം. പാറൂപ നല്ല ഉഴുന്നുവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കാര്യം നിന്റെ അപ്പനും മുരടനാണെങ്കിലും അമ്മ അങ്ങനെയല്ല, വളരെ സമാധാനശീലയും സ്നേഹനീതിയാണ്. നിന്റെ അപ്പാവക്ക് എന്നെ കണ്ണിന് മുമ്പിൽ കാണുന്ന ചതുർത്ഥിയായിട്ട് കൂടി അതെനിക്ക് ഫീൽ ചെയ്യാത്തതേ. നിന്റെ അമ്മ നിനക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും കെയറിങ് എനിക്ക് തരുന്നുണ്ടാ. പാപ്പ എപ്പോഴും പറയും പാറുവമ്മയ്ക്ക് എൻ്റെ അമ്മ അനിയത്തിയായിരുന്നില്ല, മകളായിരുന്നു. ആ സ്നേഹം ഇന്ന് എന്നോടുള്ളതെന്ന്. തന്റെ അമ്മ പൂർണിമയുടെ ഓർമ്മകളിൽ ചിഞ്ചുവിന്റെ കണ്ണുകൾ ഈറനായി. അത് കണ്ട് ചന്തു വേദനയോടെ അവൾക്കരികിലേക്ക് നീങ്ങി വന്നു. ഹോ, നിന്നോടാണ് ഞാനിതൊക്കെ പറഞ്ഞ്. ഇന്ന് ഇത് മതിയാലോ നിനക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ. എടി ആയുസ് തീർന്നാൽ പരലോകത്തേക്ക് എത്തും. അതിപ്പോ എൻ്റെ അമ്മയായാലും ഇനി ഞാനായാലും. നീ വന്നേ, വയറ് കത്തിക്കരിയുന്നു, വല്ലതും കഴിക്കാം. അയ്യോ കുളിക്കാതെയോ? ഞാനില്ല, അപ്പണ്ട വഴക്ക് പറയും. ഇവിടുത്തെ രീതികളൊക്കെ നിനക്ക് അറിയാവുന്നില്ലേ? നീ കുളിച്ചിട്ട് കഴിക്കാൻ ചെന്നാൽ മതി. അതിന് വേറെ ആൾ നോക്ക്. ഇതെന്താ വല്ല ആശ്രമമാണോ 24 മണിക്കൂർ കുളിച്ചു വൃത്തിയായി നടക്കാൻ? ഇങ്ങനെ ഒരു കഴുതയുടെ കൂടെയുള്ള ദേവി ഞാൻ ജീവിക്കുന്നു. ചിഞ്ചു സ്വയം തലക്കിഴിക്ക് അടുക്കളയിലേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.